നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാതിലൊന്ന് തുറക്ക്. മോളാദ്യയുടെ അടുത്തേക്ക് ചെല്ല്. ആദ്യം നിത്യയോട് ഒന്നും പറയാൻ പാടില്ല, കേട്ടല്ലോ? ഹരി, പായസം അസലായിട്ടുണ്ടല്ലോ. ആരാ ഉണ്ടാക്കിയത്? പായസം ഉണ്ടാക്കിയത് ഞാനാ. പക്ഷേ പത്മ ടീച്ചർ അവസാനം വന്ന് ചില മിനുക്ക് പണികളൊക്കെ നടത്തി. അതാ ഇത്ര സ്വാദ്. അപ്പൊ രണ്ടുപേരും ഒന്നിച്ചാലേ ഇതുപോലെ മധുരമുള്ള ജീവിതം ഉണ്ടാവും. അതെ, ഈ മോന് സുഖമില്ലാത്തതുകൊണ്ട് പത്മ ടീച്ചറിനെ നേരത്തെ കൊണ്ട് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എല്ലാ വിഭവങ്ങളും ഞാൻ പത്മ ടീച്ചറിന്റെ കൈകൊണ്ട് ഉണ്ടാക്കുമായിരുന്നുള്ളൂ. അതെന്താ ചേട്ടാ അങ്ങനെ? എന്താ കാര്യം? സ്വാദ്, കൈപുണ്യം. അതെ സുമാര, പത്മ ടീച്ചറെ വെറുതെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതിന് ഇത്തിരി ഉപ്പിട്ടാ പോലും വല്ലാത്തൊരു സ്വാദാ. കൈപുണ്യം അത്രയ്ക്ക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പായസത്തിന് ഇത്രയൊക്കെ ഉണ്ടോ? എന്നാ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. ടീച്ചറെ, ടീച്ചർക്ക് എന്റെ വക ഇത്തിരി പായസം തരട്ടെ? വേണ്ട, ഇവര് കഴിച്ചു കഴിയട്ടെ. അതെന്താ ടീച്ചറെ, സ്നേഹം കൊണ്ട് തരുന്നതല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം പങ്കുവെക്കുന്നേ? കഴിക്ക ടീച്ചറെ. അയ്യോ, നീ എന്താ ഈ കാണിക്കുന്നേ? കണ്ണൂടെ നിനക്ക്? ഹരിക്ക് പൊള്ളൂന്ന് എനിക്കറിയാം. കുറച്ച് പായസമല്ലേ, അത് കഴിയാലങ്ങ് പോവും. പായസം കഴുകിയാ പോവും, പക്ഷെ നിന്റെയൊക്കെ മനസ്സിലെ വിഷമാ കഴിയാലും പോവാത്തത്. എന്തിനും ബഹളം വെക്കുന്നേ? ഞാനിത് കഴുകിയിട്ട് വരാം. കഴിക്കുന്നവര് സമാധാനമായിട്ട് കഴിക്കട്ടെ. കഴുകുമോളെ, നീ ക്ഷമിക്ക്. നീ ഇത് കരുതി കൂട്ടിയാ ചെയ്തെന്ന് എനിക്കറിയാം. അതെ, നന്നായി. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലേ അത് തടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. എന്റെ മുമ്പിൽ വെച്ച് അച്ഛനും അമ്മയും കളിക്കാനുള്ള ധൈര്യമൊക്കെ ആയല്ലേ. നിത്യേച്ചി ഇപ്പൊ വരുമല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. നിത്യയുടെ ഫോട്ടോ കണ്ടപ്പോഴവൻ ഇങ്ങനെ തീർന്നു. അപ്പൊ നേരിട്ട് കണ്ടാലോ?
മോളൊരു കാര്യം ചെയ്യാൻ ഹരിയുടെ വീട്ടിലേക്ക് ചെല്ലാം. ഒരു കാരണവശാലും നിത്യ ഇങ്ങോട്ട് വരരുത്. എന്നിട്ട് ഇവിടെ അമ്മ തനിച്ച്. ഇവൻ ഉണരുന്നത് ഏതവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല. അത് മോനെ നീ കൊണ്ടുവയ്ക്കൂ. അമ്മ പ്രസവിച്ചു എന്നെ മഹാപാപം ചെയ്തത് ഞാനല്ല. എന്നെ കൊന്നവൻ അവന്റെ കരി തീർക്കട്ടെ. മോളെ മോളെ ചെല്ലു. അമ്മേ, അമ്മേ, അമ്മേ വാതിൽ തുറക്ക്. അമ്മേ, ജ്യോതി, ജ്യോതി പിടിക്ക. അമ്മേ, ജ്യോതി. വാതിലൊന്ന് തുറക്ക്. മോൾ ആദ്യയുടെ അടുത്തേക്ക് ചെല്ല്. ആദ്യം നിത്യയോട് ഒന്നും പറയാൻ പാടില്ല, കേട്ടല്ലോ? വാ ചെല്ല. അമ്മേ, ജ്യോതി. ഞാൻ എത്ര വിളിച്ചു അമ്മേ? അത് ഞാനേ ഒന്ന് കിടന്നുറങ്ങിപ്പോയി. ആദ്യമോൻ എന്തേ? ജ്യോതിയുടെ അടുത്തുണ്ട്. അവനോട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ. നീ എന്താ വന്ന? ഇത് കണ്ടില്ലേ, പായസം തട്ടി മറിഞ്ഞതാ. ഇതൊന്ന് കഴുകിട്ട് പോകാന്ന് കരുതി വന്നതാ. അതിന് അവിടെ കഴുകായിരുന്നില്ലേ? അത് നമ്മുടെ വീടല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് കഴുകുന്നതിന് എത്ര നേരം വേണം? കഴുകിയിട്ട് നീ വീണ്ടും തിരികെ അങ്ങോട്ട് പോവല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.